സിൽവർ ലൈൻ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സമർപ്പിച്ച DPR കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തള്ളി. റെയിൽവേ മാനദണ്ഡപ്രകാരം DPR പുതുക്കി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. സാങ്കേതിക പരിശോധനയിൽ ന്യൂനതകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർദ്ദേശം. 24 എക്സ്ക്ലൂസീവ്. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സമർപ്പിച്ച DPR തള്ളിക്കൊണ്ടാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പുതിയ DPR സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. റെയിൽവേ മാനദണ്ഡം അനുസരിച്ചുള്ള പുതിയ DPR തയ്യാറാക്കണം. ട്രാക്കുകൾ ബ്രോഡ്ഗേജ് സംവിധാനത്തിലായിരിക്കണം. ട്രാക്കുകൾ നിലവിലുള്ള റെയിൽവേ പാതയ്ക്ക് സമാന്തരമായിട്ടായിരിക്കണം. ഒപ്പം തന്നെ കൊച്ചുകളിൽ കൂട്ടിമുട്ടൽ ഒഴിവാക്കാൻ കവച് സേഫ്റ്റി സെക്യൂരിറ്റിക്ക് ആവശ്യമായ പ്രപ്പോസലും DPRന്റെ ഭാഗമാക്കാൻ നിർദ്ദേശമുണ്ട്. നിർമ്മാണ ഘട്ടത്തിലും ജോലികൾ പൂർത്തിയാക്കിയതിനു ശേഷവും പൂർണ്ണമായ ഡ്രെയിനേജ് സംവിധാനം വേണം. റെയിൽവേയുടെ നിർദ്ദേശം നടപ്പിലാക്കിയാൽ പദ്ധതിയുടെ പാതകൾ സംസ്ഥാനത്തിന് സ്വന്തം നിലയ്ക്ക് നിശ്ചയിക്കാനാകില്ല. പൂർണ്ണമായും പാരിസ്ഥിതികാനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രം അന്തിമാനുമതി നൽകുമെന്നും മന്ത്രാലയം കെറെയിലിനെ അറിയിച്ചതായാണ് വിവരം. നാളെ ദക്ഷിണ റെയിൽവേയും കെറെയിൽ അധികൃതരും തമ്മിലുള്ള യോഗത്തിൽ വിഷയം ചർച്ചയാകും. കൊച്ചിയിലാണ് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക യോഗം നടക്കുക. എ വി ജയശങ്കർ, 24, തിരുവനന്തപുരം.